മാഷേ, സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്, സ്വാതന്ത്ര്യദിനം. ഇന്ത്യ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. കിരാതമായ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ വിമോചിക്കപ്പെട്ട ഒരു ഓർമ്മ സൂചകമായി നമ്മളിന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. എൻ്റെ ഒരു സംശയം, കുറേ കാലങ്ങളായിട്ടുള്ളൊരു സംശയമാണ്. അതിനിപ്പോഴും പൂർണ്ണമായിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടില്ല. നമ്മളെ നാട്ടിലെ RSS എന്ന് പറയുന്നൊരു സംഘടന അല്ലെങ്കിൽ BJPയെ കാലാകാലങ്ങളായിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താ ഇതിൻ്റെ സത്യാവസ്ഥ? RSSൻ്റെ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പങ്ക് എന്താണ് സ്വാതന്ത്ര്യത്തിൽ? അല്ല, അത് അങ്ങനെ ഒരു ഒറ്റവാക്കിലുത്തരം പറഞ്ഞ് ഒരു പങ്കും അവർക്കില്ല, അല്ലെങ്കിൽ അവർക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല, അങ്ങനത്തെ ഒരു ഉത്തരം നൽകാൻ പറ്റുന്ന ചോദ്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നതിൻ്റെ പിന്നിൽ ചരിത്രപരമായ ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വളരെ ശിഥിലമായ അവസ്ഥയിലായിരുന്നു. എന്നുവെച്ചാൽ അവിടെയൊക്കെ ആളുകൾ ബ്രിട്ടീഷ് രാജിനെതിരെ ചില പ്രാദേശികമായിട്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കാരണം അവരെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ ബ്രിട്ടീഷ് രാജിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല, വളരെ ചെറിയ ചെറിയ സംഘങ്ങൾ. പക്ഷേ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾക്ക് വലിയ പോരാട്ടങ്ങൾ നടത്തി ബ്രിട്ടീഷ് സാമ്രാജ്ഞിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ മാനസികമായിട്ട് ഒരു വലിയ അടിമത്തത്തിലായിരുന്നു. പലതരം അടിമത്തമാണ് അവരെ ബാധിച്ചിരുന്നത്. ഒന്ന് ബ്രിട്ടീഷ് പോലീസിൻ്റെ, രണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ, മൂന്ന് അക്കാലത്തുണ്ടായിരുന്ന സ്വദേശീയരായിട്ടുള്ള ഭൂപ്രഭുക്കന്മാരുടെയും അവരുടെ ഗുണ്ടകളുടെയും, അതോടൊപ്പം തന്നെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന വലിയ വട്ടിപ്പലിശക്കാർ, ഇവരുടെയൊക്കെ അടിമകളായിട്ട് യഥാർത്ഥത്തിൽ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഒരു സൈക്കില്ലാത്ത ഒരു ജനതയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയെ ആ രീതിയിലാണ് മഹാത്മാഗാന്ധി കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, ഇതുകൊണ്ട് ഒരിക്കലും ഈ വലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനായിട്ട് കഴിയില്ല എന്ന്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യമായിട്ട് വലിയൊരു സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിലെ ജനങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനം, അതായത് അടിമത്തത്തിൽ നിന്ന് മോചനത്തിനുള്ള മാർഗമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു തലമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗാന്ധി അതങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിനുള്ള മാർഗങ്ങളാണ് പിന്നീട് അദ്ദേഹം ആലോചിക്കുന്നത്. അത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം പരിശീലിച്ച, അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു സമരമാർഗ്ഗമാണ്. അതാണ് അഹിംസ മാർഗം എന്ന നിലക്ക് അദ്ദേഹം കാണുകയും അതിനെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പഠിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക്, രാഷ്ട്രീയമായിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് ഈ ഗാന്ധിയൻ ആദർശത്തിൻ്റെയും ഗാന്ധിയൻ പോരാട്ടത്തിൻ്റെയും ഗാന്ധിയൻ മാർഗത്തിൻ്റേതുമായിട്ടുള്ള രീതികൾ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് RSSനോ അതേപോലെ തന്നെ മറ്റ് പലർക്കും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും ഇതിൽ വലിയ പങ്കില്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യം അങ്ങനെ അന്നത്തെ രൂപപ്പെട്ടു വന്നിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അഖില ലോക യൂണിവേഴ്സൽ കൺസെപ്റ്റ് മനുഷ്യ സമൂഹത്തെക്കുറിച്ച് കണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം എവിടെയാണോ നിലനിൽക്കുന്നത് അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു മനസ്സ് അവർ വെച്ച് പുലർത്തേണ്ട ഫലമായിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നത്. വലിയ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് കഴിയും എങ്കിൽ പോലും, പ്രത്യേകിച്ച് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന് രണ്ട് ധാരകളുണ്ടായിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ സമാധാനത്തിൻ്റെ ഗാന്ധിയൻ മാർഗവും, മറ്റൊന്ന് പറഞ്ഞാൽ തീവ്രമാർഗവുമായിരുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് ചിറ്റഗോങ് കലാപം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ബംഗാളിലും ആ ബംഗാളിന് കിഴക്ക് ബർമ്മ
തുടങ്ങിയ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെ വലിയ തരത്തിൽ ബ്രിട്ടീഷ് സായുധ സേനാ വിഭാഗങ്ങളെ ആക്രമിക്കുന്നതായിട്ടുള്ള അക്രമോത്സുകമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു വഴിയായിരുന്നു. ആ വഴിയിൽ തന്നെയായിരുന്നു ഭഗവത് സിംഗും അതേപോലെ തന്നെ കൂട്ടരും. ഇവരൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ, തീവ്രമായിട്ടുള്ള രീതിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് ചെയ്യുന്നത്. അതൊരു വശം. മറുവശം എന്ന് പറയുന്നതിനിടയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗത്തിൻ്റേതായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൻ്റെ ഒരു വഴിയുമാണ്. ഇതിനിടയിൽ എവിടെയും RSSന് സ്ഥാനമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പലയിടങ്ങളിലും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംരക്ഷിക്കുകയോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ സമ്പൂർണ്ണമായിട്ട് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് അവർ പിൻവാങ്ങുന്നത് സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം പിടിച്ച് ജയിലിലിട്ടു. അവിടെ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി അദ്ദേഹം മാപ്പെഴുതി കൊടുത്ത് ഇനി യാതൊരു വിധമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൊന്നും തങ്ങളുടെ സംഘം പ്രവർത്തിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നീട് രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടനയായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവരുടെ പങ്കിനെ ചോദ്യം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിത്തീർന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരൊക്കെ നമ്മുടെ ദേശീയ പതാക സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരെയൊന്നും കാണുന്നില്ല. അവരൊന്നും ഈ ദേശീയ പതാക പോസ്റ്റ് ചെയ്യുന്നതോ അതിനെ പ്രകീർത്തിക്കുന്നതോ ആയിട്ട് പലയിടങ്ങളിലും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യ ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അല്ല, അതൊരു പഴയ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ വെച്ച് പുലർത്തിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യയുടെ താഴെത്തട്ടിലുള്ള എന്നുവെച്ചാൽ തൊഴിലാളി വർഗം അതേപോലെ ദളിതർ അങ്ങനെയുള്ള വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ആയിട്ടില്ല എന്ന് അവർ കരുതുകയും ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സായിപ്പിൻ്റെ കൈകളിലേക്ക് കൈമാറി എന്ന് മാത്രമാണ് അവർ കരുതിയിരുന്നത്. ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിട്ട് കണക്കാക്കാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമർന്നിരിക്കുമ്പോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളുടെ ദേശീയ നേതൃത്വമാണ്, രാഷ്ട്രീയ നേതൃത്വമാണ് പോരാട്ടം നടത്തുകയും സ്വാഭാവികമായിട്ട് അവരുടെ കൈകളിലേക്കായിരിക്കും അധികാരം വന്നു ചേരുകയും ചെയ്യുക. അപ്പോൾ അതിനെ അങ്ങനെ കാണേണ്ടതിന് പകരം ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തിരുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയാണ് ചെയ്തത്. അത് തെറ്റായിട്ടുള്ള ചിന്തയായിരുന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല അതിനെ കണക്കാക്കേണ്ടിയിരുന്നു. രാഷ്ട്രീയ പോരാട്ടങ്ങൾ തുടരാം, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്താം, പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്ന് നമ്മൾ ഒരിക്കൽ പോലും വിളിച്ചു പറയാനായിട്ട് പാടില്ലാത്തതായ ഒരു കാര്യമായിരുന്നു. അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ തെറ്റായിട്ടുള്ള നിലപാട് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളരുന്നതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തടഞ്ഞു നിർത്തിയ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പോരാട്ടം, വളർച്ച, വികാസം എന്നെല്ലാം പറയുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അതൊരു ദേശീയതയുടെ പുറത്തായിരിക്കും. ഈ ദേശീയത തീവ്ര ദേശീയതയായി മാറാൻ നമ്മളൊരിക്കലും ഇട കൊടുക്കരുത്. കാരണം വെച്ചാൽ അതൊരു ഭ്രാന്തായി മാറും. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന, നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പക്ഷേ CPM എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് CPMൻ്റെ ഓഫീസുകളിലൊക്കെ ദേശീയ പതാക ഉയർത്താനായിട്ട് തുടങ്ങിയ സ്വാതന്ത്ര്യ സമയത്ത്. മുമ്പ് അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ള അതൊരു വലിയ മാറ്റമാണ് ശരിക്കും. കാരണം ഇത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് മാറ്റിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അവനെല്ലാ രീതിയിലും സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒരേപോലെ ലഭിക്കുന്ന സമയത്ത് മാത്രമേ മനുഷ്യനെ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി ജീവിക്കാൻ കഴിയൂ. അത് പക്ഷേ ഇപ്പോഴും നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഇനിയും ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ലോകത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രക്രിയകൾ പരിശോധിക്കുന്ന സമയത്ത്
എപ്പോഴും ഈ സാമ്പത്തികമായിട്ടുള്ള അധീശത്വം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിരുന്നതാണ്. നമ്മൾ പഴയ കാലത്തെ എന്ന് വെച്ചാൽ ഈ ചരിത്രത്തിൻ്റെ വികാസത്തിൽ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും കൂട്ടായിട്ട് വേട്ടയാടി നടക്കുകയും കൂട്ടായിട്ട് കിട്ടുന്നത് കൂട്ടായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സമത്വത്തിൻ്റേതായിട്ടുള്ള രീതിയുടെ പ്രശ്നമാണ് അക്കാലത്തുണ്ടായത്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റികൾ പരിശോധിക്കാൻ സമയത്ത് സൊസൈറ്റികളെ എപ്പോഴും നമ്മൾ പാട്രിയാർക്കൽ സൊസൈറ്റി എന്നും മാട്രിയാർക്കൽ സൊസൈറ്റി എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കാറുണ്ട്. എന്നുവെച്ചാൽ പ്രതിദായകമായിട്ടുള്ള പ്രാധാന്യമുള്ള പിതാവിന് പ്രാധാന്യമുള്ള സമൂഹം, അതേപോലെ തന്നെ മാതൃദായക സമൂഹം, മാതാവിന് പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു സമൂഹവും, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കപ്പെടുമ്പോൾ തന്നെ അതിൽ വിഭജനങ്ങൾ ആരംഭിക്കുകയും ഈ പിതാവിന് പ്രാധാന്യമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് പുരുഷാധിപത്യ സമൂഹമായിട്ട് വികസിക്കുകയും മാതാവിന് പ്രാധാന്യമുള്ളത് ഒരു സ്ത്രീ പ്രാധാന്യമുള്ള സമൂഹമായിട്ട് വർദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ സ്ത്രീകൾക്ക് ഒരിക്കലും അങ്ങനെ വികസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ പഴയ കാലത്ത് അങ്ങനത്തെ മാതൃദായക സമൂഹത്തിന് മേധാവിത്വമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് രാഹുൽ സാങ്കൃതയൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോൾഗ മുതൽ ഗംഗ വരെ എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ മാട്രിയാർക്കൽ സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മാതാവിന് വലിയ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ അതൊക്കെ പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയി പുരുഷാധിപത്യ സമൂഹത്തിലേക്ക് വരികയും ഈ പുരുഷാധിപത്യ സമൂഹം എന്ന് പറയുന്നത് പിന്നീട് സാമ്പത്തിക ആധിപത്യ സമൂഹമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അടിമ ഉടമ വ്യവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ക്യാപിറ്റലിസത്തിലെത്തുന്നു. അപ്പോൾ അടിമ ഉടമ സമൂഹത്തിലായാലും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലായാലും സ്വാഭാവികമായിട്ടും ഈ സമ്പത്തിന് വലിയ പ്രാധാന്യമുണ്ടാകും. സമ്പത്തിൻ്റെ ആധിപത്യം നിലനിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാക്കാവുന്ന ഒന്നല്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു, പക്ഷേ നമുക്കൊരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ഇനിയും അതിലേക്കുള്ള മുന്നേറ്റത്തിലേക്ക് ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ വളരെ മാസ്മരികവും വിസ്മയകരവുമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന കാലത്തേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും ലഭ്യമാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ സാമൂഹ്യ നീതിക്രമത്തെ വിനിമയിപ്പിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്കുണ്ട് എന്നാണ് എനിക്ക് കരുതുന്നത്. അപ്പം മനുഷ്യന് ആത്യന്തികമായിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി ആവശ്യമാണ്. അവസാന ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു സ്വത്വബോധം ലേശം കുറവാണോ? കാരണം എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ ഞാൻ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് 2014 മുമ്പ് എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ അഭിമാനമൊന്നും ഉണ്ടായിരുന്നില്ല. 2014 ശേഷം ഇന്ത്യ ആ സാധനം ആളുകളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിന് BJPക്ക് വലിയൊരു പങ്കില്ലേ? അതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? അത് ആരായിരിക്കും അങ്ങനെ ഒരു സ്വത്വബോധം, ഇന്ത്യ എന്ന് പറയുന്ന അഭിമാനം ഒന്നും നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ പലരും? ഇല്ല. നമുക്ക് നമ്മളുടെ പുതിയ കാലം എന്ന് പറയുന്നത് ദേശീയതയ്ക്ക് പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ, ഇപ്പോൾ അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റുകളൊന്നുമില്ല. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്ത് കമ്മ്യൂണിസമാണ് വരാൻ പോകുന്നതെന്ന് ഉള്ള ചിന്തയുണ്ടാകുകയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളെ അവരുടെ മാതൃകകളായി സ്വീകരിക്കുകയും ഇവിടെയും അതെല്ലാം വരും എന്നൊരു സ്വപ്നം കാണുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവരുടെ ഒരു സങ്കല്പത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഈ ദേശീയതയേക്കാൾ കൂടുതൽ പ്രാമുഖ്യം എന്ന് പറയുന്നത് സാർവദേശീയതക്കായിരുന്നു അല്ലേ? അതായത് അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഇതാണ്: വർക്കേഴ്സ് ഓഫ് ആൾ കൺട്രീസ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലോസ് ബട്ട് ഓൺലി ചേഞ്ച് എന്ന് പറയാം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള അതൊരു സാർവദേശീയതയാണ്. ഈ സാർവദേശീയത ദേശീയതയ്ക്ക് മുകളിലുള്ള സങ്കല്പമാണ്. അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുക വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ആരാണ്? നമ്മൾ മലയാളീസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭാരതീയരാകുന്നത്. മനസ്സിലാവുന്ന മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അവൻ്റെ ഏറ്റവും അടുത്ത എൻവയോൺമെൻ്റ് ഉണ്ട്, അവൻ്റെ ചുറ്റുപാടെന്ന് പറയാം. നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് എറണാകുളംകാരൻ എന്നറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചുരുങ്ങി അവസാനം നമ്മുടെ വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സാർവലൗകിക ഭാഗത്തിൻ്റെ
ഒരു പാർട്ടാണ് യഥാർത്ഥത്തിൽ മലയാളീസ് എന്ന് പറയുന്ന സങ്കല്പം. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഭാരതീയർ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ ഈ ലോകത്തിൻ്റെ സാർവദേശീയ ലോകത്തിൻ്റെ ഭാഗമായി മാറുക. അതൊക്കെ വളരെ 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 വിശാലമായ തലത്തിലേക്ക് എത്തുന്ന സമയത്താണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ മലയാളി ബോധം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സ്വത്വബോധം എന്ന് പറയുന്നത്. രണ്ടാമതാണ് നമ്മുടെ ഈ ഭാരതീയൻ എന്ന് പറയുന്നതായിട്ടുള്ള സ്വത്വബോധം. ഇത് രണ്ടും ഒരേപോലെ ഉൾക്കൊള്ളേണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ സാർവദേശീയമായിട്ടുള്ള സങ്കല്പവും നമുക്ക് ഒരേപോലെ ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം ഇന്ന് നമ്മളുടെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വികസിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്നാണ് പറയുന്നത്. സാർവദേശീയമായി ആഗോളമായി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പ്രാദേശികമായി പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മലയാളിയുടെ ഒരു മണ്ണിൽ നിന്നിട്ട് നമ്മൾ പ്രവർത്തനം നടത്തുന്നു. പക്ഷേ നമ്മളുടെ ചിന്തകളും നമ്മുടെ സംസ്കാരവും നമ്മുടെ പ്രവർത്തനം ഒക്കെ തന്നെ ആഗോളതലത്തിലുള്ളതായിട്ട് മാറുക എന്നാണ് അതിനിടയിലുള്ള ഒരു സ്പേസാണ് ഏത് ഈ ദേശീയത, നാഷണാലിറ്റി എന്ന് പറയുന്നത്. അത് ശരിയാണ്. 2014 ശേഷം വളരെ ശക്തമായിട്ട് അത് വികസിപ്പിക്കാനായിട്ടുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് വളരെ രാജ്യത്തിന് ആവശ്യമാണ്. അതെ, അത് ഒരു രാജ്യത്തിന് ആവശ്യമാണ്. തീർച്ചയായും മറ്റുള്ളവർ വന്ന് അടിച്ചിടും. അല്ല, അത് വലിയ ആവശ്യം തന്നെയാണ്. മനസ്സിലായി? കാരണം എന്ന് വെച്ചാൽ സാർവദേശീയത എന്ന് പറയുമ്പോൾ എല്ലാവരും അതിലേക്ക് വരുമ്പോൾ മാത്രമാണ് സാർവദേശിക പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ ദേശീയതക്കാണ് പ്രസക്തി. ഇതേപോലെ തന്നെ നമ്മളുടെ ഈ സംസ്ഥാന തലത്തിലുള്ള നമ്മുടെ ഈ മലയാളി, ബംഗാളി, പിന്നെന്താണ് അങ്ങനെ ഗുജറാത്തി അല്ലേ, ഓരോരോ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന് അവരുടെ ബോധത്തിന് പ്രസക്തിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മലയാളിയുടെ പ്രശ്നം വരുന്ന സമയത്താണ് അവൻ്റെ സ്വത്വബോധം ഉയരേണ്ടത്. അവൻ്റെ ഒരു കൾട്ട് എന്ന് പറയുന്ന സാധനം അത് തമിഴിന് വളരെ ശക്തമാണ്, നമ്മളെക്കാളൊക്കെ വളരെ കൂടുതലാണ്. നമുക്കും അത് കൂടുതൽ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പാർട്ടാണ് എന്ത് ദേശീയത, ഇന്ത്യനായിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയനായിരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായി? നമ്മളിപ്പോൾ കളികളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇന്ത്യനാവും. അതാണ് നമ്മളുടെ പ്രശ്നം. നമ്മളിപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നമുക്കൊരു മത്സരം വന്നാൽ നമുക്ക് അന്നേരത്ത് മനസ്സിലാവും വാട്ട് ഈസ് നാഷണാലിറ്റി എന്നുള്ളത്. അപ്പോൾ അത്ര ശക്തമായിട്ട് നമ്മൾ ആ ദേശീയ വികാരത്തിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. ദേശീയ വികാരം എല്ലാവരും ആവശ്യമാണ്. ആ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ പാകപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റാതെ പോകുമ്പോഴാണ് നമ്മൾ ബാലൻസ് തെറ്റിപ്പോകും. അത് തീവ്രമായി കഴിഞ്ഞാൽ അപകടമാണ്, തീവ്രമാവാൻ പാടില്ല. എന്നാൽ ആവശ്യത്തിന് ഇല്ലാതിരുന്നാലും അപകടമാണ്. ആവശ്യത്തിന് ഇതെല്ലാം വേണം. നമ്മൾ ആവശ്യത്തിന് ഭാരതീയനായിരിക്കണം, ആവശ്യത്തിന് നമ്മൾ കേരളീയനായിരിക്കണം, അനാവശ്യത്തിന് നമ്മൾ കേരളീയനാകാൻ പാടില്ല, അനാവശ്യത്തിന് നമ്മൾ ഭാരതീയനാവാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് എന്താണ് കൃത്യമായിട്ട് വേണ്ടത് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായിട്ടുള്ള ലോകങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ തത്വചിന്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനവികതയെ പ്രകീർത്തിക്കുന്നതാണ്. എനിക്കതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് ഏതോ ഒരു വേദത്തിലെയാണ്, എനിക്ക് ഏതാണെന്ന് അറിയില്ല. ലെറ്റ് നോബിൾ തോട്ട്സ് കം ടു അസ് ഫ്രം ഓൾ ദി ഡയറക്ഷൻസ്. അതായത് നല്ല ചിന്തകൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മളിലേക്ക് വന്നെത്തട്ടെ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഭാരതീയ ചിന്ത, ഭാരതീയ തത്വചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അദ്വൈത സിദ്ധാന്തമാണ്. ശരിക്കും ആ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനും ഒന്നായി കാണുന്ന മഹത്തായിട്ടുള്ളൊരു സങ്കല്പത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതിൻ്റെ വേറെ പാർട്ടുകളിലേക്ക് നമ്മൾ പോകുന്നതിൽ കഥയില്ല എന്നുള്ളതാണ്. മനസ്സിലായ? അദ്വൈത ഫിലോസഫിയുടെ മറ്റ് പല ഭാഗങ്ങളുണ്ട്, നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. പക്ഷേ ആത്യന്തികമായിട്ട് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആത്യന്തികമായിട്ടുള്ള നന്മ ലോകത്ത് നിന്ന് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ നന്മകളും ഒഴുകി ചേർന്ന് വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്വാനമാണ്. വളരെ വളരെ മഹത്തായിട്ടുള്ള ഒരു ഭാരതമായിട്ട് നമ്മൾ മാറിത്തീരട്ടെ എന്നും ആ ഭാരതത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും എല്ലാ മേഖലകളിലും സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് അത് എല്ലാ സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങളുണ്ടാകും, അതുണ്ടാകണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കാൻ പാടില്ല. അങ്ങനെ പരസ്പരം നമ്മൾ അനുഭവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യം എല്ലാവരുടെയും സ്വാതന്ത്ര്യമായി മാറിത്തീരട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് ആശംസിക്കാവുന്നതാണ്. നല്ല ചിന്തകൾ എല്ലാ ദിക്കിൽ നിന്നും വന്നെത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.